ഹരി ഓം. ദശകം 36 ശ്ലോകം 7. പുത്രാണാമയുധേന സപ്തദശഭിശ്ചാക്ഷൗഹിണീഭിർമഹാ സേനാനീഭിരനേകമിത്രനിവഹൈർവ്യാജൃംഭിതായോധനഃ സദ്യസ്ത്വത്കകുഠാരബാണവിദളൻ നിശേഷസൈന്യോത്കരോ ഭീതിപ്രദ്രുതനഷ്ടശിഷ്ടതനയസ്ത്വാമാപദദ്ധേഹയഃ. പദച്ഛേദം നോക്കാം. പുത്രാണാം അയുധേന സപ്തദശഭിഃ ച അക്ഷൗഹിണീഭിഃ അപ്പം അതൊരുമിച്ച് പറയും. സപ്തദശഭിശ്ചാക്ഷൗഹിണീഭിർ മഹാ സേനാനീഭിഃ അനേക മിത്ര നിവഹൈഃ വ്യാജൃംഭത അയോധനഃ. സേനാനീഭിരനേകമിത്രനിവഹൈർവ്യാജൃംഭതായോധനഃ. ഇത് സമസ്ത പദമാണ്. ഇത് നല്ലോണം ശ്രദ്ധിച്ച് പിരിക്കണം. പുത്രാണാമയുധേന സപ്തദശഭിശ്ചാക്ഷൗഹിണീഭിർമഹാ സേനാനീഭിരനേകമിത്രനിവഹൈർവ്യാജൃംഭിതായോധനഃ. സേനാനീഭിരനേകമിത്രനിവഹൈർവ്യാജൃംഭിതായോധനഃ. സേനാനിഭിഃ അനേക സേനാനീഭിരനേക മിത്രനിവഹൈർവ്യാജൃംഭിത അയോധന വ്യാജൃംഭിതായോധനഃ. സദ്യഃ ത്വത്ക സദ്യസ്ത്വത്ക കുഠാര ബാണ വിദളത് നിശേഷ സൈന്യ ഉത്കരഃ. സദ്യസ്ത്വത്കകുഠാരബാണവിദളൻ നിശേഷസൈന്യോത്കരോ. സദ്യസ്ത്വത്കകുഠാരബാണവിദളൻ നിശേഷസൈന്യോത്കരോ ഭീതി പ്രദ്രുത നഷ്ട ശിഷ്ട തനയഃ ത്വാം ആപതത് ഹേഹയഃ. ത്വാം ആപതത് ഹേഹയഃ. അതാണ് ആപതത് ഹേഹയഃ. അവിടെ ധേഹയ എന്ന് വരുന്നത്. ആപതത് പ്ലസ് ഹേഹയഃ അതാണ് ആപദ്ധേഹയഃ എന്ന് വരുന്നത്. ഭീതി പ്രദ്രുത നഷ്ടശിഷ്ട തനയസ്ത്വാമാപദദ്ധേഹയഃ. ഭീതി പ്രദ്രുത നഷ്ടശിഷ്ട തനയസ്ത്വാമാപദദ്ധേഹയഃ. പുത്രാണാമയുധേന സപ്തദശഭിശ്ചാക്ഷൗഹിണീഭിർമഹാ സേനാനീഭിരനേകമിത്രനിവഹൈർവ്യാജൃംഭിതായോധനഃ. സദ്യസ്ത്വത്കകുഠാരബാണവിദളൻ നിശേഷസൈന്യോത്കരോ ഭീതിപ്രദ്രുത നഷ്ടശിഷ്ടതനയസ്ത്വാമാപദദ്ധേഹയഃ. ദശകം 36 ശ്ലോകം 7 അന്വയവും അർത്ഥവും നോക്കാം. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു കാർത്തവീര്യാർജുനൻ്റെ രാജധാനിയായ ആ മാഹിഷ്മതി നഗരത്തിൽ പ്രവേശിച്ചിട്ട് ഈ പരശുരാമൻ പലതവണ നല്ല വാക്കുകൊണ്ട് ആ കന്നുകുട്ടിയെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അപേക്ഷിച്ചിട്ടും ആ രാജാവ് കന്നുകുട്ടിയെ തിരിച്ചു കൊടുക്കാതിരുന്നപ്പോൾ യുദ്ധം ആരംഭിച്ചു എന്ന് പറഞ്ഞു. ഹേഹയഃ പുത്രാണാം അയുധേന. ഹേഹയഃ എന്ന് പറഞ്ഞാൽ
ഹേഹയ രാജ്യത്തിൻ്റെ അധിപൻ ആരാണ്? കാർത്തവീര്യാർജുനൻ. അപ്പോൾ ഹേഹയഹ അയുതേന കാർത്തവീര്യാർജുനൻ 10,000 പുത്രന്മാരെ കൊണ്ടും, അയുതേന എന്ന് പറഞ്ഞാൽ 10,000. അപ്പോൾ കാർത്തവീര്യാർജുനൻ 10,000 പുത്രന്മാരെ കൊണ്ടും സപ്തദശഭിഹി അക്ഷൗഹിണീഭിഹി, സപ്തദശഭിഹി എന്ന് വെച്ചാൽ 17. അപ്പോൾ 17 അക്ഷൗഹിണി സൈന്യങ്ങളെ കൊണ്ടും. അക്ഷൗഹിണി എന്ന് പറഞ്ഞാൽ ഈ സൈന്യങ്ങളുടെ ഒരു കണക്കാണ്. അത് വലിയ ഒരു സൈന്യങ്ങളുടെ കൂട്ടത്തിനെയാണ് ഒരുമിച്ച് പറയുന്ന പേരാണ് അക്ഷൗഹിണി. അപ്പോൾ അതിൻ്റെ കണക്ക് ഞാൻ പിന്നെ പറയാം. അപ്പോൾ സപ്തദശഭിഹി അക്ഷൗഹിണീഭി, 17 അക്ഷൗഹിണി സൈന്യങ്ങളെ കൊണ്ടും മഹാസേനാനിഭിഹി, പരാക്രമസമ്പന്നരായ സേനാപതികളെ കൊണ്ടും അനേകമിത്രനിവഹൈഹി ച വ്യാജൃംഭതായോധനഃ, അനേകം സുഹൃത് സമൂഹങ്ങളെ കൊണ്ടും മഹായുദ്ധം നടത്തി. അപ്പോൾ വ്യാജൃംഭത എന്ന് പറഞ്ഞാൽ വിജൃംഭതം എന്ന് പറഞ്ഞാൽ തോന്നുന്നു വലിയത്, വ്യാപിച്ചത്. അപ്പോൾ അനേകമിത്ര നിവഹൈഹി എന്ന് പറഞ്ഞാൽ സമൂഹം. അപ്പോൾ അനേകം സുഹൃത്തുക്കളുടെ സമൂഹങ്ങളെ കൊണ്ടും വ്യാജൃംഭിതായോധനഃ, മഹായുദ്ധം നടത്തി. സദ്യഃ എന്ന് വെച്ചാൽ പെട്ടെന്ന്, അല്ലെ അതിവേഗം. ത്വത്കകുഠാരബാണവിദളന്നിശേഷ സൈന്യോത്കരഃ, സദ്യഃ പെട്ടെന്ന് അല്ലെങ്കിൽ അതിവേഗത്തിൽ നിന്തിരുവടിയുടെ വെൺമഴു അസ്ത്രങ്ങൾ ഇവയാൽ എല്ലാ സൈന്യങ്ങളും പിളർക്കപ്പെട്ടവരായി തീർന്ന്. എന്ന് വെച്ചാൽ നിന്തിരുവടിയുടെ എന്ന് പറഞ്ഞാൽ ആ പരശുരാമൻ്റെ വെൺമഴുവാലും അസ്ത്രങ്ങളാലും ഒക്കെ കൊണ്ട് എല്ലാ സൈന്യങ്ങളും പിളർക്കപ്പെട്ടു. അതിവേഗം തന്നെ, പെട്ടെന്ന് തന്നെ ആ അവരുടെ കാർത്തവീര്യാർജുനൻ്റെ സൈന്യങ്ങളെ പിളർക്കപ്പെട്ടു. സദ്യഃ ത്വത്കകുഠാരബാണവിദളൻ നിശേഷ സൈന്യോത്കരഃ, അങ്ങനെ എല്ലാ സൈന്യങ്ങളും പിളർക്കപ്പെട്ടവരായി തീർന്ന് ഭീതിപ്രദ്രുത നഷ്ടശിഷ്ടതനയഃ, ഭീതി എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ട്, പ്രദ്രുത നഷ്ടശിഷ്ടതനയഃ. അപ്പോൾ പിളർക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ കൊന്നു, മരിച്ചു. അങ്ങനെ പിളർക്കപ്പെട്ടതിന് ശേഷം, മരിച്ചതിന് ശേഷം ബാക്കിയുണ്ടായിരുന്നത്, മരിച്ചത് കഴിഞ്ഞ് ബാക്കിയുള്ള പുത്രന്മാരെല്ലാം ഭയം കൊണ്ട് ഓടിയപ്പോൾ, അതാണ് ഭീതി പ്രദ്രുത നഷ്ടശിഷ്ടതനയഃ. ശിഷ്ടതനയഃ എന്ന് പറഞ്ഞാൽ ശിഷ്ടമുണ്ടായിരുന്ന തനയർ, പുത്രന്മാർ. ത്വാം ആപതത്, നിന്തിരുവടിയുടെ നേരെ കുതിച്ചു ചാടി. അപ്പോൾ മിക്ക സൈന്യങ്ങളെയും പരശുരാമൻ വെൺമഴുവും അസ്ത്രങ്ങളും കൊണ്ട് പിളർക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവ മരിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള പുത്രന്മാരെല്ലാം ഭയം കൊണ്ട് ഓടിപ്പോയി. അപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ കാർത്തവീര്യാർജുനൻ മാത്രമായി. അതാണ് ത്വാം ആപതത്, നിന്തിരുവടിയുടെ നേരെ കുതിച്ചു ചാടി. ആരാണ് കുതിച്ചു ചാടിയത്? കാർത്തവീര്യാർജുനൻ പരശുരാമൻ്റെ നേരെ കുതിച്ചു ചാടിയെത്തി. അപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു, അനന്തരം ഹേഹയാധിപനായ കാർത്തവീര്യാർജുനൻ 10,000 പുത്രന്മാരോടും 17,000 അക്ഷൗഹിണി പടയോടും അനേകം മന്ത്രിമാരോടും ബന്ധുക്കളോടും കൂടി യുദ്ധമാരംഭിച്ചു. പക്ഷേ പെട്ടെന്ന് തന്നെ അങ്ങയുടെ പരശുകൊണ്ടും ബാണങ്ങളെ കൊണ്ടും സകല സൈന്യങ്ങളും നശിക്കപ്പെട്ടപ്പോൾ അങ്ങയാൽ നിഗ്രഹിക്കപ്പെട്ടവരൊഴിച്ച് ബാക്കിയുള്ള രാജപുത്രന്മാർ ഭയപ്പെട്ടോടുകയും കാർത്തവീര്യാർജുനൻ ഏകനായിട്ട് അങ്ങയോട് യുദ്ധം തുടരുകയും ചെയ്തുവല്ലോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കാർത്തവീര്യാർജുനൻ്റെ ഭാഗത്ത് 17 അക്ഷൗഹിണി പടയുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഈ 17 അക്ഷൗഹിണി എന്ന് പറഞ്ഞാൽ ഈ പ്രാചീനമായ വലിയ ഒരു സേനയാണ് ഈ അക്ഷൗഹിണി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കണക്ക് എങ്ങനെയെന്ന് പറഞ്ഞാൽ 21,870 ആന. അപ്പോൾ അത്രയും തന്നെ എന്ന് വെച്ചാൽ 21,870 തന്നെ രഥം. അപ്പോൾ അതിൻ്റെ 3 ഇരട്ടി കുതിര. അപ്പോൾ അതായത്
65,610 കുതിരകൾ. 65,610 കുതിരകൾ. 5 ഇരട്ടി കാലാൾ, അതായത് 1,09,350. ഇത്രയും ചേർന്നതാണ് ഒരു അക്ഷൗഹിണി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ 17 അക്ഷൗഹിണിയാണ് കാർത്തവീര്യാർജുനന് ഉണ്ടായിരുന്നത്. ഈ അക്ഷൗഹിണിക്കും മുകളിൽ മഹാക്ഷൗഹിണി എന്നൊരു വിഭാഗം കൂടിയുണ്ട്. അപ്പോൾ പിന്നെ അതിനകത്ത് ഏറ്റവും ചെറിയ സേനാ വിഭാഗത്തെ പക്തി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ആന, 1 രഥം, 3 കുതിര, 5 കാലാൾ, ഇത്രയുമേ കാണൂ. ഈ പങ്ക്തിക്കും അക്ഷൗഹിണിക്കും ഇടയിൽ സേനാമുഖം, ഗുൽമം, വാഹിനി, വൃതന, ചമു, അനീഗ്നി എന്നിങ്ങനെ ഉള്ള സേനാവിഭാഗങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ തന്നെ ഓരോ കണക്കുകളുമുണ്ട്. ഈ ഓരോ സേനാവിഭാഗത്തിനും ഓരോ കണക്കുകളുമുണ്ട്. ഈ മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവപക്ഷത്തിന് 7 അക്ഷൗഹിണികളും കൗരവപക്ഷത്തിന് 11 അക്ഷൗഹിണികളും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഇവർക്ക് 2 പേർക്കും ചേർന്ന് 18 അക്ഷൗഹിണികളാണ് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ കാർത്തവീര്യാർജുനന് തന്നെ 17 അക്ഷൗഹിണി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പുത്രാണാമയുധേന 17 സേനാനീഭിരനേകമിത്രനിവഹൈർവ്യാജൃംഭിതായോധനഃ സദ്യസ്ത്വത്കകുഠാരബാണവിദളൻ നിശേഷസൈന്യോത്കരോ ഭീതിപ്രദ്രുതനഷ്ടശിഷ്ടതനയസ്ത്വാമാപദദ്ധേഹയഃ.